വീട്ടിൽ പോയിട്ട് വന്ന് ചീരയെല്ലാം പിടിച്ചു ഗായ്സ്. ഹലോ, നമുക്കിന്ന് ഹോസ്റ്റൽ ഫാമിങ്ങിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടാലോ? എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ചീരയുടെ വിത്ത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കൊണ്ട് നടാൻ വേണ്ടി വെച്ചതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഹോസ്റ്റലിൽ നട്ടാലോ? അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് ഉണക്ക ചാണകം എൻ്റെ ഒരു ഫ്രണ്ട് അനന്ത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്നോട് കോവലിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചവരോട് കോവൽ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനിയിപ്പോൾ പുതിയത് വേറെ വെക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ചാക്കിനകത്താണ് ഞാൻ എൻ്റെ ഹോസ്റ്റലിലെ കൃഷിയൊക്കെ ചെയ്യുന്നതിനകത്ത് അലോവേര ഉണ്ട്, കോവലുണ്ട്, പിന്നെ ഒരു ചെറിയ മുളക്, ഒരു 2 എണ്ണം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ രക്ഷപ്പെടുമോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഉണക്ക ചാണകമല്ലേ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഇതുപോലെ ചീര പാകുന്നത്. ജോർജ് കുട്ടിയുടെ ഓഗസ്റ്റ് 2 അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഐസ്ക്രീം ബോട്ടിലിനകത്താണ് ഇതിനകത്ത് ചീര കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൃഷി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ചീര പാകി വെച്ചിട്ടുണ്ട്. ഇനി വളർന്നു വരുമോ നമുക്ക് നോക്കണം. എന്തായാലും ഞാൻ അതിൻ്റെ റിസൾട്ട് ഇപ്പം തന്നെ കാണിക്കാം. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ കോവലിൻ്റെ അവസ്ഥ എനിക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞാനിതിന്ന് കോവൽ പറിച്ച് കറി വെക്കുന്നതൊക്കെ സ്വപ്നം കണ്ടു പോയി ഗൈസ്. അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതിനി പറിച്ച് കളഞ്ഞിട്ട് ഇനി വേറെ വെക്കണോ, ഇതിൽ പൂവും കായോ ഒക്കെ ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ല കേട്ടോ. എപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നാലും ഞാൻ നോക്കും ഇതിലൊരു പൂവ് ഉണ്ടാവുന്നു, പക്ഷെ ഉണ്ടാകാൻ സാധ്യത വളരെയധികം കുറവാണ്. പിന്നെ നമ്മുടെ മിൻറ്റ്, പുതിനയല്ല, ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അതൊരു വള്ളി പോലെ ഇങ്ങനെ താന്ന് വരുവാണ്. ഇതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിനയുടെ ഒരു ചെറിയ കമ്പ് വെച്ചാൽ കേട്ടോ. അപ്പോൾ പോയി നമ്മുടെ ചീര പാവി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പുതിനയില ഞാൻ ഇതൊന്നും പറിച്ചിട്ടില്ല കറി വെക്കാൻ വേണ്ടി ഇതുവരെ. ഒന്ന് പറിച്ചെടുക്കണം കേട്ടോ. അതിനുള്ള കറിയൊന്നും വെക്കാൻ ഞാൻ ഇട്ടിരുന്നില്ല. കുറച്ച് നാളുകളുടെ ഞാൻ ലീവും പനിയൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഓഗസ്റ്റ് 6-ാം തീയതി ആയപ്പോഴത്തേക്കും നമ്മുടെ ചീര ഈ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഈ ചീരയുടെ പാകിയ ആ ഒരു ബോക്സ് വെച്ചിരുന്നത്. അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചീര പാകി വെച്ചിട്ട് വീട്ടിൽ പോയി കേട്ടോ. ഞാൻ ഒരാഴ്ച ലീവായിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇതായിരുന്നു കേട്ടോ അവസ്ഥ. 6-ാം തീയതിയൊക്കെയായി. എൻ്റെ അമ്മയും നല്ല പച്ച കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തുനിന്ന് എത്ര പേര് രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് മാറ്റി നട്ട് വെക്കണം. പുറത്തെ ചാക്കും പിന്നെ വേറെ 1-2 ചാക്കൊക്കെ സെറ്റ് ആക്കാമെന്ന് ഞാൻ എൻ്റെ ഓണറോടൊന്ന് ചോദിച്ചു നോക്കാമെന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓഗസ്റ്റ് 22-ാം തീയതിയായി. ഓണമൊക്കെ എത്താറായപ്പോഴത്തേക്കും നമ്മുടെ ചീരയ്ക്ക് റോസ് കളറായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായി. ഇനിയിപ്പോൾ നമുക്ക് രക്ഷപ്പെടുമോയെന്നൊക്കെ നോക്കാനുള്ള അടുത്ത വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. പിന്നെ ഒരു കാര്യം, FBയിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്. ഏറ്റവും സിമ്പിൾ കുക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടി FBയിലെ പേജിൽ വേറെ വീഡിയോ കേട്ടോ. അതും പോയി കാണാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എൻ്റെ കോവലിൻ്റെ അപ്ഡേറ്റൊക്കെ എന്താവുമെന്ന്. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.